ഞാൻ നോക്കിയ 1100 ഫിൻലൻഡിലെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാധാരണ ഫോൺ. അവിടെ നിന്നാണ് എന്റെ യാത്ര ആരംഭിച്ചത്. ഒരു പെട്ടിയിലാക്കി കടലുകൾ താണ്ടി കപ്പൽ മാർഗം ഞാൻ ഇന്ത്യയിലെത്തി. പിന്നീട് ട്രക്കുകളും ട്രെയിനുകളും എന്നെ ഈ നാട്ടിലേക്കെത്തിച്ചു. ഒടുവിൽ ഞാൻ ജോസേട്ടന്റെ മൊബൈൽ കടയിലെത്തി. അവിടെ വെച്ചാണ് ജോണിമോൻ എന്നെ കണ്ടത്. വലിയ സന്തോഷത്തോടെയാണ് അവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവൻ എന്നെ വലിയ കാര്യമായിരുന്നു. എല്ലാ രാത്രിയും ചാർജ് ചെയ്തു ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ നോക്കി. അവന്റെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഞാൻ അവനോടൊപ്പമുണ്ടായിരുന്നു. ജോണിമോന്റെ ആദ്യ പ്രണയിനിയായ രാധികയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. അവസാനം അവൾ അവനെ ഇട്ടേച്ചു പോയപ്പോഴും ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ കണ്ടു. ആ വേദന എന്റെ ഓർമ്മകളിൽ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഞാൻ കൂടെയുണ്ടായിരുന്നു. ഓരോ മാസവും അവൻ എനിക്ക് പുതിയ കവർ വാങ്ങിത്തരുമായിരുന്നു. ചാർജ് 75% ആകുമ്പോൾ തന്നെ അവൻ എന്നെ ചാർജ് ചെയ്യുമായിരുന്നു. ജോണിമോന്റെ കൂടെ കൂടിയിട്ട് 1 വർഷമായി. ഇപ്പോൾ കാര്യങ്ങൾ പഴയതുപോലെയല്ല. ജോണിമോൻ ആകെ മാറിപ്പോയി. പുതിയ കവർ വാങ്ങിയിട്ട് ഇന്നേക്ക് 3 മാസമായി. പലതവണ ചാർജ് തീർന്ന് ഞാൻ ഓഫായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു കാര്യത്തിന് ദേഷ്യം വന്നപ്പോൾ അവൻ എന്നെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ അവിടെ തകർന്ന് ഒറ്റപ്പെട്ട് കിടന്നു. ഇതെല്ലാം എത്ര കാലം സഹിക്കാനാണ്? ജോണിമോൻ എന്റെ വില അറിയണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ചാർജ് ചെയ്യാൻ മേശപ്പുറത്ത് വെക്കുന്ന സമയത്ത് താഴേക്ക് ചാടണം. ഞാനില്ലാതാവുമ്പോൾ അവൻ എന്റെ വില അറിയും. അങ്ങനെ ആ ദിവസം വന്നെത്തി. ചാർജ് ചെയ്യാൻ എന്നെ ടേബിളിൽ വെച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഫോണിൽ വിളിക്കുമ്പോൾ വൈബ്രേറ്റ് ആവുമല്ലോ. അപ്പോൾ താഴേക്ക് ചാടാനാണ് പ്ലാൻ. വിട്ടുപോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലും എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാണ്? പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ആയി. ഇതൊരു പുതിയ നമ്പറാണല്ലോ. ദുബായിൽ നിന്നുള്ള കോളാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ദുബായിൽ നിന്ന് കോൾ വരുന്നത്. എന്താണ് കാര്യമെന്ന് നോക്കിയിട്ട് അടുത്ത കോൾ വരുന്നവരെ കാത്തിരുന്നാലോ? പെട്ടെന്ന് ജോണിമോൻ വന്ന് ഫോണെടുത്തു. ദുബായിൽ നിന്ന് അവന്റെ ഒരു കസിനായിരുന്നു വിളിച്ചത്. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും ജോണിമോന് ഏത് ഐഫോണാണ് വേണ്ടതെന്നും ചോദിക്കാനാണ് വിളിച്ചത്.